ആശാസമരം എന്ന പൊറാട്ട് നാടകം ഇന്ന് 100 ദിവസം പിന്നിടുകയാണ്. ഇന്നത്തെ കാര്യപരിപാടി 100 സമരപ്പന്തൽ സെക്രട്ടേറിയറ്റ് നടയിൽ ഉയർത്തുക എന്നതാണ്. ഈ 100 ദിവസം അവരുണ്ടാക്കിയ പുകിലുകൾ കണ്ട് മനം മടുത്ത മലയാളികൾക്ക് ഇതും ഒരു കോമഡി ആവുമെന്ന് തീർച്ചയാണ്. ആശാ വർക്കേഴ്സിന്റെ ഓണറേറിയം 7000 രൂപയാണ്. സമരം തുടങ്ങുമ്പോൾ 3 മാസമായി ആ തുക കുടിശ്ശികയുമായിരുന്നു. കുടിശ്ശിക തീർക്കണമെന്നതായിരുന്നു സമരാവശ്യങ്ങളിൽ ഒന്ന്. മാത്രമല്ല 7000 രൂപ ലഭിക്കാൻ ഗവൺമെന്റ് നൽകിയ മാനദണ്ഡങ്ങൾ പിൻവലിക്കുക, 7000-ൽ നിന്ന് 21,000 ആക്കി ഓണറേറിയം വർദ്ധിപ്പിക്കുക, വിരമിക്കൽ ആനുകൂല്യം നൽകുക, പെൻഷൻ അനുവദിക്കുക, അധിക ജോലിഭാരം ഒഴിവാക്കുക തുടങ്ങിയ 10 ആവശ്യങ്ങളുമായിട്ടാണ് ഫെബ്രുവരി 10-ന് ആശമാർ സമരം തുടങ്ങിയത്. തുടക്കത്തിൽ പലതവണ സർക്കാർ ചർച്ചകൾ നടത്തി പ്രശ്നം സോൾവ് ചെയ്യാൻ നോക്കിയെങ്കിലും അതിനൊന്നും തയ്യാറാകാതെ പിടിച്ച മുയലിന് 3 കൊമ്പ് എന്ന ശൈലിയിൽ അവർ ഉടക്കി തന്നെ നിന്നു. കൂട്ടിന് മണിമുറ്റത്ത് ആവണിപ്പന്തൽ പാട്ടുപാടി സുരേഷ് ഗോപിയും ആശ്വസിപ്പിച്ചും എരുതിയിൽ എണ്ണ ഒഴിച്ചും VD സതീശനടക്കമുള്ള പ്രതിപക്ഷ നേതാക്കളും ചേർന്നതോടുകൂടി ആശമാരുടെ അഹങ്കാരം നാൾക്കുനാൾ കൂടുകയായിരുന്നു. ഒടുവിൽ അവരും കൈയൊഴിഞ്ഞപ്പോൾ വല്ലാത്ത ധർമ്മസങ്കടത്തിലായിട്ടുണ്ട് ആശമാരുടെ കാര്യം. സമരം നടത്തിയവരും നടത്തിച്ചവരുമെല്ലാം കാലുമാറിയത് കൊണ്ട് തന്നെ കഴിച്ചിട്ട് ഇറക്കാനും മധുരിച്ചിട്ട് തുപ്പാനും വയ്യാത്ത അവസ്ഥയിലാണെന്ന് സാരം. സത്യം പറഞ്ഞാൽ മര്യാദയ്ക്ക് ചർച്ചയിലൂടെ അവസാനിപ്പിക്കേണ്ട കാര്യത്തിനെ വ്രണം കുത്തി വലുതാക്കുന്നത് പോലെ വലുതാക്കിയിട്ട് ഇപ്പോൾ നൈസായിട്ട് തേഞ്ഞിരിക്കുകയാണ്. തുടക്കത്തിൽ കാണിച്ച ശുഷ്കാന്തി ഇപ്പോൾ മാധ്യമ പ്രവർത്തകരും കാണിക്കാതെയായി. പിന്നെന്തു ചെയ്യാൻ? ഇവിടെ ഇങ്ങനെയൊരു സമരം ഇപ്പോഴും നടക്കുന്നുണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടി അടുത്ത നാടകവുമായി ഇറങ്ങുക തന്നെ. ഇതിനിടയ്ക്ക് സർക്കാർ കഴിയുന്ന വിധത്തിലൊക്കെ പ്രശ്നം സോൾവ് ചെയ്യാൻ നോക്കിയിട്ടുമുണ്ട് എന്നത് വേറെ കാര്യം. 2 മാസത്തെ കുടിശ്ശിക തീർത്തു, മാർച്ചിലെ ഇൻസെന്റീവ് നൽകി, ഇങ്ങനെ ഒരുവിധം കാര്യങ്ങളെല്ലാം സർക്കാർ ചെയ്തിട്ടുണ്ട്. ആകെ 26,125 ആശാ വർക്കർമാരാണ് ഉള്ളത്. ഇവർക്ക് 7000 രൂപ വീതം ഓണറേറിയം പൂർണ്ണമായും സംസ്ഥാനമാണ് നൽകുന്നത്. ഇതിനുള്ള മാനദണ്ഡം കേരളത്തിൽ ഒഴിവാക്കിയിട്ടുണ്ടെന്ന് മാത്രമല്ല, രാജ്യത്തെ ഏറ്റവും കൂടുതൽ ഓണറേറിയം നൽകുന്നത് കേരളത്തിലുമാണ്. ദേശീയ ആരോഗ്യ ദൗത്യത്തിന് കീഴിൽ സ്കീം പദ്ധതിയായാണ് ആശമാരുടെ പ്രവർത്തനമെങ്കിലും ഇൻസെന്റീവായി 2000 രൂപ മാത്രമാണ് കേന്ദ്ര സർക്കാർ നൽകുന്നത്. അതുതന്നെ കൃത്യമായി നൽകുന്നുമില്ല. ഇൻസെന്റീവിന്റെ 40% സംസ്ഥാനമാണ് നൽകുന്നത്. കേന്ദ്ര സർക്കാരിന്റെ സന്നദ്ധ സ്ത്രീ പ്രവർത്തകർ എന്ന പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കൊണ്ട് തന്നെ തൊഴിലാളികൾക്ക് അർഹമായ മറ്റ് ആനുകൂല്യങ്ങളൊന്നും അനുവദിച്ചു നൽകാൻ സംസ്ഥാനത്തിന് മാത്രം കഴിയില്ല എന്ന വ്യക്തമായ ഉത്തരം സംസ്ഥാനം നൽകിയിട്ടും അതൊന്നും മതി വരാതെ പിണറായി സർക്കാരിനെതിരെ വളരെ വലിയ സമര കോലാഹലങ്ങളാണ് സെക്രട്ടേറിയറ്റിന് മുൻപിൽ ഇത്രയും നാൾ അവർ നടത്തിക്കൊണ്ടിരുന്നത്. പിരിച്ചുവിടുമെന്ന് പറയുമ്പോൾ മാത്രം ഞങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളികളാണ് എന്നും, എന്നാൽ ആനുകൂല്യങ്ങൾ നൽകുന്ന കാര്യം പറയുമ്പോൾ സംസ്ഥാനം തന്നെ അത് നൽകണമെന്നും ഒരൊറ്റ പിടിവാശിയിൽ ആശമാർ നടത്തുന്ന സമരം പിണറായി സർക്കാരിനെ കുറച്ചൊന്നുമല്ല ധർമ്മസങ്കടത്തിലാക്കുന്നത്. നിയമസഭാ മാർച്ച്, വനിതാ സംഗമം, സെക്രട്ടേറിയറ്റ് ഉപരോധം, അനിശ്ചിതകാല നിരാഹാര സമരം, മുടിമുറിക്കൽ സമരം തുടങ്ങിയ പല സമര നാടകങ്ങളും നമ്മൾ ഇതിനകം തന്നെ കണ്ടു കഴിഞ്ഞു. അതിലെ അവസാനത്തെ നാടകമാകട്ടെ ഇന്ന് നടക്കാനിരിക്കുന്ന 100 സമരപ്പന്തൽ സെക്രട്ടേറിയറ്റ് നടയിൽ ഉയർത്തുന്നത്.